എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ കുന്നിയില. നമ്മൾ പണ്ട് ഈ മഞ്ചാടിയൊക്കെ പറയത്തില്ല, അതുപോലെ അതിനെക്കാട്ടിയും നല്ല ഭംഗിയുള്ളൊരു കുരുവാണ് കേട്ടോ കുന്നിക്കുരു. ഈ എന്താ ചുവപ്പിൽ നല്ല ബ്ലാക്ക് സ്പോട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ചെടി, ഐ മീൻ ഒരു വിത്തുണ്ട് കുരുവായിട്ട്. നമ്മൾ ഈ പണ്ടൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതെവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ നമ്മൾ പണ്ട് കളക്ട് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട്. ഈ മഞ്ചാടി, കുന്നിക്കുരു ഇതൊക്കെ കളക്ട് ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയാണ്ട് വായിലോട്ട് പോയി കഴിഞ്ഞാൽ വിഷാംശം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ കയ്യിൽ വെച്ചേക്കുമ്പോൾ വീട്ടുകാർ അതിനെയൊക്കെ പറക്കിയെടുത്ത് കളയും. പക്ഷേ അതിൻ്റെ ഭംഗിയുണ്ട്, നമ്മൾ മിന്നി അത് പറക്കാനായിട്ട് പോകും. പക്ഷേ ആ വിത്തിൻ്റെ അത്രയും വിഷം എന്തായാലും നമ്മുടെ ഇലയ്ക്കില്ല. കാരണം ഇല നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ ആ കുരു കുഞ്ഞുങ്ങളുടെ കയ്യിലെത്താണ്ട് നോക്കുക. അല്ലാണ്ട് ഇല നമുക്ക് നല്ലതാണ്, സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ്. നീരിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം. ഇങ്ങനെയുള്ളൊരു കുഞ്ഞു പുളിയില പോലത്തെ സംഭവമാണിത്. അതെയാണോ? അതേന്ന് തലയാട്ടുന്നുണ്ട്. അതേ പുളിയില പോലത്തെ ഒരു സംഭവമാണ്. അതാണ് ഈ പ്ലാന്റ് കേട്ടോ. പിന്നെ കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നേർത്തതാണ് ഇതിൻ്റെ ഒരു എന്താ ഇത് കണ്ടോ, ഇത് വളരെ നേർത്തൊരു വള്ളിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെടിയിൽ പറ്റി പിടിച്ചാൽ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇതായി പോവും. കണ്ടോ, ഇതിപ്പോൾ തന്നെ ഇവിടെ ആടലോടകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വലിഞ്ഞേറി കിടക്കുവാണ്. പിന്നെ ഇത് പറമ്പാണ്, അപ്പം താഴോട്ടും ഇത് ഒരുപാടുണ്ട്. അടുത്തുള്ള ചെടികളിലെല്ലാം ഇങ്ങനെ അത് വലിഞ്ഞു കയറി ഇങ്ങനെ പോവാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ചെറിയ ഇത് കണ്ടോ, ഭയങ്കര ചെറുതാണ്, നേർത്തൊരു സംഭവം. കുരുവാണ് പണ്ട് മുതലേ ഫേമസ്. അത് കാണാനുള്ളൊരു ഭംഗി കൊണ്ട് തന്നെ ഇതിൻ്റെ കുരു ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളി ചെടിയാണ്. ചെറിയൊരു വള്ളി പോലെ ഇങ്ങനെ വലിഞ്ഞ് കയറുന്നതാണ് കേട്ടോ ഈ കുന്നിയില എന്ന് പറയുന്നത്. കണ്ടോ, അത് ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ അതിന് അങ്ങ് ആടിയൊലയോ വന്നു അത്രയും ഇങ്ങനെ കയറി പോകുന്നതാണ്. അത്രയും വലിയ കനമുള്ള ഇതല്ല, തണ്ടല്ല. വളരെ നേരത്തെ ഒരു വള്ളിയാണ് കേട്ടോ ഈ കുന്നിക്കുരിയുടെ വള്ളി എന്ന് പറയുന്നത്. ഈ ചെടിയുടെ കുന്നിച്ചെടിയുടെ വള്ളി എന്ന് പറയുന്നത് വളരെ നേർത്ത വള്ളിയാണ്. കാണാവോ? കണ്ടോ, വളരെ നേർത്ത വള്ളിയാണ്. ഇതിങ്ങനെ പറ്റി പിടിച്ച് മുകളിലേക്കൊക്കെ കയറും. കണ്ടോ, ഇങ്ങനെ ഏതെങ്കിലും ചെടിയിൽ വള്ളിയായിട്ട് കിടക്കുന്ന ഇതാണ് കുന്നിക്കുരുവിൻ്റെ ചെടി കേട്ടോ. ഇതിൻ്റെ ഇലയാണ് ഈ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പ്രസവ സമയത്തൊക്കെ ഈ ഒരു ഇല എടുത്തിട്ട്, ഇല നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, ചെറിയ മധുരമുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്, ഒരു ചെറിയ മധുര രസമുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാളും ഇതിനെ നമ്മൾ കുറച്ചെടുത്തിട്ട് കൊഴുക്കഴ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കഴിക്കും. അതുപോലെ തന്നെ എന്താ ഈ അരിയൊക്കെ വറുക്കുമല്ലോ, നമ്മൾ ഈ പച്ചിലയൊക്കെ ഇട്ടിട്ട് അരി വറുത്തെടുക്കുമല്ലോ, അതുപോലെ ഈ കുന്നിയിലയും ഇട്ട് വറുത്ത് ഇത് നമ്മൾ കഴിക്കാറുണ്ട്. ഇവിടെ എൻ്റെ അമ്മ പ്രസവ സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അവരെ പ്രസവ സംരക്ഷണ സമയത്ത് ഈ ഇല ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് പറമ്പിലേക്ക് ഇറങ്ങുന്നത്. ഇതിൻ്റെ കുരുവിനെ നമുക്ക് നന്നായിട്ട് അറിയാം. കുരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും ഇതാണ് പ്ലാന്റ് എന്ന്. പക്ഷേ ഇതിൻ്റെ ഇല ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പല ഇലകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ ഇതൊരു പുളിയില പോലത്തെ ഒരു ഇലയാണ്. ഇതുപോലത്തെ ചെടികൾ വേറെയുണ്ട്. അപ്പം ഇതൊരു വള്ളി ചെടിയാണ്. വള്ളിയായിട്ട് ഒരു പുളിയുടെ ഇല പോലെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ കുന്നിയില എന്ന് പറയുന്നത്. ഇതിൽ കുരു ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ ഈ ചെടിയിലിപ്പോൾ കുരുക്കൾ ഇല്ല. ഇതിപ്പോൾ ഒരു ചെടി പടർന്ന് കിടപ്പുള്ളൂ, കുരുക്കളൊന്നും ഇല്ല. അപ്പം നിങ്ങളെവിടെയും ഈ കുന്നിയില ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനി കുന്നിയിലയെന്ന് എന്നാണോ പറയുന്നത്, വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതല്ലാണ്ട് ഈ പ്രസവ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം ഇവിടെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പ്രസവ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.